بسم الله الرحمن الرحيم അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിവ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പോട്ടിരിക്കാലോ. നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചും അതേപോലെ അള്ളാഹുവിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് എപ്പോഴും ശരിയാണോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. തെറ്റായ അറിവുകൾ വെച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളല്ല, ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള അങ്ങനെ ആളല്ല ഞാൻ. പക്ഷേ നമ്മുടെ അനുഭവങ്ങളും അതേപോലെ ഖുർആൻ്റെയും ഹദീസുകളുടെയും പാഠങ്ങളും വെച്ച് കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറേ ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു പെൺകുട്ടിയാണ്, ഒരു 20-25 വയസ്സിൽ എൻ്റെ ഉള്ളിൽ പ്രായമുള്ളൊരു കുട്ടിയാണ്, വിവാഹം കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെന്നോട് ചോദിച്ച്, സാറ് ഞാനൊന്ന് കുറച്ച് നേരം കരഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കരഞ്ഞോളൂ, നന്നായി കരഞ്ഞോളൂ. ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് മാറാം. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുമ്പിലിരുന്ന് കുറച്ച് നേരം കരയണം. ഒരാളുടെ മുമ്പിലിരുന്ന് കരയാൻ കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസമാണ്. പിന്നെ ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങൾ അവർ രക്ഷിതാക്കളൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിക്കും ആ കുട്ടിയൊക്കെ ആത്മഹത്യയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ തെറ്റായ കുറേ അറിവുകളിൽ നിന്ന് ഉണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കാറുണ്ട്, നമ്മൾ സങ്കടപ്പെടാറുണ്ട്, കരയാറുണ്ട്. അപ്പം നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്കാണെങ്കിലും കൊടുക്കുന്ന മെസ്സേജ് കരയരുത്, വിഷമിക്കരുത്, ദുഃഖിക്കരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പോൾ ഒരു മരിച്ച വീട്ടിൽ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം, അവരിൽ മരിച്ച വീട്ടിൽ ഈ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, ചെറുപ്പമാണ് പ്രായം. ഭാര്യ കരയുന്നേ ഇല്ല, അങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്. ഇപ്പം പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാർമേഘം പോലെ വിങ്ങിപ്പൊട്ടി നിൽക്കുക. അപ്പം എന്താ കാരണം? കരയരുത്, കണ്ണീര് വീണാൽ കവറിൽ ശിക്ഷ കിട്ടും, ഈ മയ്യത്തിൻ്റെ കവറിൽ ശിക്ഷ കിട്ടും. അടക്കിപ്പിടിച്ച് ജീവിക്കുക, ദുഃഖങ്ങളും സങ്കടങ്ങളും അതേപോലെ ഭയപ്പാടുകളും എല്ലാം അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം, അത് ഈ പറയപ്പെട്ട തെറ്റായ അറിവിൽ നിന്നുണ്ടായതാണ്. അത് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ഈ വിഷയം വെള്ളിയാഴ്ച അവിടെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം നമ്മുടെ ആളുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. പരിശുദ്ധ ഖുർആനിൽ 14 ഇടങ്ങളിൽ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, നമുക്കറിയുന്നൊരു പ്രയോഗമാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അങ്ങനെ ഒരുപാട് 14 ഇടങ്ങളിലായിട്ട് അള്ളാഹു ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അവർക്ക് ദുഃഖം വേണ്ട, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതും ഇല്ല. അതാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പലരും ചിന്തിച്ചിട്ടുള്ളത്. അതായത് ദുഃഖവും ഭയവും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്
ഈ ദുനിയാവിലെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൻ്റെ പ്രകൃതം, സ്വഭാവം എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ പറഞ്ഞ 14 ഇടങ്ങളിലെ പ്രയോഗവും അത് നമ്മളുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. അതെന്താണ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൻ്റെ ഒടുവിൽ നമുക്ക് വിശദീകരിക്കാം. ഒരാൾ ദുഃഖിച്ചു, എനിക്ക് സങ്കടം വന്നു, ഞാൻ ദുഃഖിച്ചു, കുറച്ച് നേരം കരഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ദുഃഖം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു, ദുഃഖത്തിൽ നിന്നും എന്തെല്ലാം പുറത്തേക്ക് വരൂ ആ തരത്തിൽ ഞാൻ ദുഃഖം പ്രകടിപ്പിച്ചു കൊണ്ടേ ഇരുന്നു എങ്കിൽ അയാളുടെ ഈമാൻ അത് കുറവാണ് എന്നാണോ അതിനർത്ഥം? അങ്ങനെയല്ല. ദുഃഖം എന്നുള്ളത് മനുഷ്യന്മാർക്ക് ഉണ്ടാകും, എല്ലാ ആളുകൾക്കും ദുഃഖം ഉണ്ടാകും. ആ ദുഃഖം ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുകയും അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ടുണ്ടാകുന്ന കരച്ചിലോ അതുപോലെയുള്ള കാര്യങ്ങൾ, ദുഃഖത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മനുഷ്യന്മാർക്കുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കാലയളവ് ഉണ്ട്. ആ കാലയളവിനെ ചരിത്രം പഠിപ്പിക്കുന്നത് ആമുൽ ഹുസ്ന് എന്നാണ്, ദുഃഖവർഷം. നബിക്കുണ്ടാകുമെങ്കിൽ പിന്നെ നമുക്ക് പറ്റൂലേ? ദുഃഖവർഷം എന്നാണ് അതിൻ്റെ ആ പേര് തന്നെ. അതിൻ്റെ എന്താ ദുഃഖവർഷം എന്ന് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ വേർപാട്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട്, ത്വായിഫിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങൾ, തിരിച്ച് മക്കയിലേക്ക് വന്നപ്പോൾ മക്കയിൽ പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടെയാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചത്, പ്രവേശിച്ചത്. പീഡനങ്ങൾ ഇതെല്ലാം ഒത്തിണങ്ങിയ വർഷത്തിനാണ് ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖം പാടില്ലേ? ദുഃഖം അനുവദനീയാണ്, ദുഃഖിക്കാം. ഒരു മുഅ്മിന് ദുഃഖിച്ചു, ഞാൻ ദുഃഖിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ദുഃഖിക്കാൻ പാടുണ്ടോ? അത് നിങ്ങളുടെ ഈമാൻ്റെ കുറവല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് 2.5 മാസം മുമ്പ് ഒരാൾ സംസാരിച്ചതാ. ഞാൻ എൻ്റെ ഒരു വിഷമം, എൻ്റെ ദുഃഖം രേഖപ്പെടുത്തിയപ്പോൾ, അങ്ങനൊരു പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളൊക്കെ എന്ത് ഖത്തീബന്മാർ, നിങ്ങളൊക്കെ ഖുത്ബ പറഞ്ഞ ആൾക്കാർ, നിങ്ങളൊക്കെ ദുഃഖിക്കാൻ പാടുണ്ടോ? അപ്പോഴാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള ഈ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിക്കൊടുക്കണം എന്ന ഒരു ചിന്ത വന്നത്. ഈ ആമുൽ ഹുസ്നിൽ, ദുഃഖവർഷത്തിൽ ഇറങ്ങിയ ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അങ്ങോട്ട് മനസ്സിലാക്ക്. ഏതാ അധ്യായം എന്നറിയോ? 12-ാമത്തെ അധ്യായം, സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത് ഈ കാലയളവിലാണ്. സൂറത്ത് യൂസുഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വന്തം മകൻ നഷ്ടപ്പെട്ട ദുഃഖഭാരത്താൽ സൊമറ്റൈസേഷൻ എന്ന രോഗം ബാധിച്ച് ആർക്ക്? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. സൊമറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം കഠിനമാകുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ബാധിക്കുന്ന അസുഖം. ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് അത് പരിധി വിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിനാണ് ഈ സൊമറ്റൈസേഷൻ എന്ന പേരിൽ ആധുനിക ശാസ്ത്രം വിളിക്കുന്നത്. ആ രോഗം അദ്ദേഹത്തെ ബാധിച്ചു. അള്ളാഹു പറഞ്ഞു, വഖാല, അദ്ദേഹം യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, യാ അസഫ അലാ യൂസുഫ, യൂസുഫിന് ബാധിച്ച ഖേദമേ, സങ്കടം, മോനെ യൂസുഫേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെട്ടു. അങ്ങനെ വബിയദ്ദത്ത് ഐനാഹു മിനൽ ഹുസ്ൻ, ദുഃഖ
ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്തുപോയി. ദുഃഖം കൊണ്ടുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണത്. അമിതമാകുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളെ അത് ബാധിക്കും. ചില ആളുകൾക്കൊക്കെ ദുഃഖം കൊണ്ട് സങ്കടം കൊണ്ട് മെലിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്കൊക്കെ ഓർമ്മ കുറഞ്ഞു പോകുന്നു. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകുക ദുഃഖം കൊണ്ട്, അങ്ങനെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു വഹുവ ഖദീം. ഖദീം എന്ന് പറഞ്ഞാൽ ദുഃഖവും അതേപോലെ ദേഷ്യവും അത് മനസ്സിനെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന, ഒരുമിച്ച് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു പ്രവാചകനല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹം തൻ്റെ മകൻ്റെ വേർപാടിൽ ഏകദേശം എത്ര കൊല്ലം ദുഃഖിച്ചിട്ടുണ്ടാവും? 40 കൊല്ലം. 40 കൊല്ലം ദുഃഖിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരാളെ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയണ അർത്ഥം എന്താ? അത് ഈമാൻ്റെ കുറവാന്ന് പറയണം. ഈമാൻ്റെ കുറവല്ല അത്. ദുഃഖം മൂലം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം ഫലമ്മ അൻ ജാ അൽ ബഷീറു, സന്തോഷ വാർത്തയുമായി 40 കൊല്ലത്തിന് ശേഷം സന്തോഷ വാർത്തയുമായി ആളെത്തി. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുപ്പായം കൊണ്ടുപോയി അൽഖാഹു അലാ വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുട്ടിയപ്പോൾ മകൻ ഉണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ദുഃഖം മാറിയപ്പോൾ ഫർത്തബ്ദ ബസീറ, കാഴ്ചശക്തി തിരിച്ചു കിട്ടി അദ്ദേഹത്തിന്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ദുഃഖം എന്നുള്ളത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. ദുഃഖം മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇങ്ങനെ ഇത്രയും ദുഃഖിച്ചിരുന്ന യാക്കൂബ് അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ക്ഷമയെ പറ്റിയാണ് പറയുന്നത്. അതും പറയാറുണ്ട് ചില ആൾക്കാർ. നമ്മൾ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ വേർപാട്, മക്കളുടെ വേർപാടിൽ ദുഃഖിച്ച് കരഞ്ഞിരിക്കണ ആളെപ്പറ്റി പറയണ വർത്തമാനം എന്താ? ക്ഷമയില്ല, തീരെ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന്. യാക്കൂബ് അലൈഹിസ്സലാം 40 കൊല്ലം ദുഃഖിച്ച് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട്. അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞത് ഫസബുറുൻ ജമീൽ, വല്ലാത്ത ക്ഷമയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാ. എന്തേ, ശരിയല്ലേ ഞാനീ പറഞ്ഞത്? നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിലുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഇത് മൂലം ഒരുപാട് ആളുകൾ തൻ്റെ ഈമാൻ കുറഞ്ഞു പോകുമോ, അത് തൻ്റെ ഈമാനെ ബാധിക്കുമോ എന്ന ഭയം കൊണ്ട് ദുഃഖം വരുമ്പോൾ അടക്കി പിടിച്ച് പുറത്ത് പ്രകടിപ്പിക്കാതെ ഒരുപാട് ആളുകൾ കഴിഞ്ഞു കൂടുന്നുണ്ട്. അത് സത്യത്തിൽ അവരെ മാനസികമായി വല്ലാതെ ബാധിക്കും. അത് പിന്നീട് ഡിപ്രഷനായി മാറും, അതല്ലെങ്കിൽ ഉത്കണ്ഠയായി മാറും. പല പല വിഷയങ്ങൾ നിങ്ങൾക്കറിയോ? ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് 400 മില്യൺ ആളുകൾ ഡിപ്രഷൻ ബാധിച്ച ആളുകളാണ്. 400 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ 5-6% ആളുകൾ ഡിപ്രഷൻ ബാധിച്ച ആളുകളാണ്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ പറ്റിയുള്ള മാനസിക പ്രയാസം, സങ്കടം, അതാണ് ഡിപ്രഷൻ. അതിലെങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഉത്കണ്ഠയുള്ള ആളുകൾ, ആൻസൈറ്റി, ഈ ഉത്കണ്ഠയുള്ള ആളുകൾ, വരാൻ പോകുന്ന എന്തുണ്ടാവും, ഭാവിയിൽ എന്തുണ്ടാവും, ടെൻഷനായിരിക്കും ആളുകൾക്ക് ആകെ. മുമ്പോട്ട് പോയി എന്ത് ചെയ്യും, അങ്ങനെ പോയി എന്ത് ചെയ്യും. അത് രോഗമായി ബാധിച്ചു. എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആളുകൾക്കൊക്കെ ഇത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായി പോകുമോ എന്നുള്ളതാണ്. ഏതായാലും ദുഃഖമുണ്ടായാൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുന്നതിൽ അത് ഈമാനുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതില്ല. നമുക്ക് സങ്കടം വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞില്ലേ? കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, നബി നിങ്ങൾ കരയണമെന്ന്. അപ്പം തന്നെ ഈ തെറ്റിദ്ധാരണ അവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ തെറ്റിദ്ധാരണ അവിടെ ഉണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. ആ ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാരുണ്യമാണ്. ഞാൻ സങ്കടപ്പെട്ട് കരയുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന കാരുണ്യ. നമ്മൾ കരഞ്ഞു പോകും. ഇപ്പം സങ്കടപ്പെടുന്നത് കൊണ്ടോ ദുഃഖിക്കുന്നത് കൊണ്ടോ ഇസ്ലാം എവിടെയും എതിര് പറഞ്ഞിട്ടില്ല. അത് ഈമാനെ ബാധിക്കുന്ന കാര്യം അല്ല. അത് നിങ്ങൾ ഇനി കുടുംബത്തോട് പറഞ്ഞു കൊടുക്കണം. നിനക്ക് സങ്കടം വന്നെ നീ കരഞ്ഞോ, ദുഃഖം ഉണ്ടെങ്കിൽ നീ അത് പ്രകടിപ്പിച്ചോളൂ. പക്ഷേ ആ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ സമയത്ത് നമ്മളൊരു നിലപാട് ഉണ്ടാക്കണം. നമുക്ക് ആ നിലപാട് എന്താണ്? ഒന്നാമത്തെ നിലപാട്, എനിക്ക് ദുഃഖമുണ്ടായാൽ ഞാൻ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതീക്ഷയും എനിക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ ദുഃഖിക്കുക. അത് വേണം. ഇവിടെ ഇസ്ലാം എതിർത്ത അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദുഃഖം പാടില്ല എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക, അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുക. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ 5 നേരമൊക്കെ കൃത്യമായിട്ടൊക്കെ പോയി നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളാണ്, ജമാഅത്തൊക്കെ കൃത്യമായിട്ട് പങ്കെടുത്ത ആളാണ്, ഇന്ന് മുതൽ ഞാനതില്ല. കാരണം ഇത്രയും വലിയൊരു ആഘാതം എനിക്ക് ഏൽപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കൊന്നും വന്നിട്ടില്ല, ആ കാലഘട്ടത്തിൽ അവിടെ ഒരു കുടുംബത്തിലെ 3 മക്കൾ മരണപ്പെട്ടുപോയി. വെള്ളക്കെട്ടിൽ പെട്ടിട്ട് മരണപ്പെട്ടുപോയി. മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ആ മഹലിലെ ഖത്തീബാണ്. അപ്പോൾ ഞാൻ എത്താൻ കുറച്ച് വൈകിപ്പോയി. എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഇനി ഉസ്താദ് ഞങ്ങളെ അന്വേഷിച്ച് വരണ്ട. പടച്ചോൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത പടച്ചോൻ, ആ പടച്ചോനെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് നമുക്കിത് കേൾക്കുമ്പോൾ അത് തെറ്റാണ് അവർ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും, അല്ലേ? പക്ഷേ സമാനമായ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് എവിടെ എത്തും, നമ്മുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ശൈത്താൻ എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ പാഞ്ഞടക്കാണല്ലോ. എവിടെ ഇട്ട് പൂട്ടണം, എവിടെ ഇട്ട് ലോക്കാക്കണം എന്നുള്ളതാണ് ശൈത്താൻ്റെ ലക്ഷ്യം. ശൈത്താനെ സംബന്ധിച്ച് ശൈത്താൻ മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് തള്ളിവിടാൻ അവൻ പയറ്റുന്ന അടവ്, അവൻ അതിനു വേണ്ടി നടത്തുന്ന ക്ഷമ, ശൈത്താൻ്റെ ക്ഷമയോളം വലിയ ക്ഷമയില്ല എന്ന് പറഞ്ഞു. അത്രയും വലിയ ക്ഷമയാണ്. കാരണം നമ്മളെ ഒരു കുടുക്കിലാക്കാൻ, നമ്മളെ കുഫ്രിയത്തിലേക്കാക്കാൻ ഏതെല്ലാം വഴി സ്വീകരിക്കുമോ ആ വഴിയൊക്കെ സ്വീകരിക്കും. ഞാൻ പോന്നതിന് ശേഷം പിന്നീട് അവിടുത്തെ ചർച്ചിലെ പുരോഹിതന്മാർ വന്നിരുന്നു, ക്രിസ്ത്യാനികൾ. അവിടെ മറ്റേ മേലധ്യക്ഷന്മാരാണ് വന്നത്. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർ അതിലേക്ക് വീണു. ഇസ്ലാമിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ക്രിസ്ത്യാനിറ്റിയാണെന്ന് അവർക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, ദുഃഖം ഉണ്ടാകുന്നതല്ല പ്രശ്നം, ആ ദുഃഖം രേഖപ്പെടുത്തുന്നിടത്തും കുഴപ്പമില്ല. അവിടെ നമ്മൾ ആദ്യം ഉണ്ടാകും, ദുഃഖം വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ട നിലപാട് എൻ്റെ വിശ്വാസത്തെയും അള്ളാഹുവിലുള്ള പ്രതീക്ഷയെയും എൻ്റെ ദുഃഖം ബാധിക്കാൻ പാടില്ല. ഞാൻ ദുഃഖിച്ചോട്ടെ, കരഞ്ഞോട്ടെ, സങ്കടപ്പെട്ടോട്ടെ, ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഈ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അതായത് ആ ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. രണ്ടാമത് ഈ മക്കളൊക്കെ കൂടിയിട്ട് മിസ്റിലെത്തി യൂസുഫിനെ അലൈഹിസ്സലാമിനെ കണ്ട്, യൂസുഫ് അലൈഹിസ്സലാം അത് തങ്ങളുടെ സഹോദരനാണ് എന്ന് ഇവർക്ക് അറിയില്ല. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഉമ്മയും കൂടെ ഒത്ത സഹോദരനായ ബിന്യാമിനെ അവിടെ പിടിച്ചു നിർത്താൻ, അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു ചെറിയൊരു സംഭവമൊക്കെ നടന്നു. ഒടുവിൽ ബിന്യാമിനെ പിടിച്ചു നിർത്തി അവിടെ. ഇപ്പോൾ ബിന്യാമിൻ ഇല്ലാതെയാണ് ഇവർ തിരിച്ചു പോകുന്നത്. ഈ വിഷയം പിതാവിനോട് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സങ്കടം കൂടിയില്ലേ. 40 കൊല്ലം മുമ്പ് ഒരു മോൻ നഷ്ടപ്പെട്ടു, അവൻ്റെ തൊട്ടടുത്ത സഹോദരൻ ഇതാ
വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യാ ബനിയ്യ, മക്കളെ, ഇദ്ഹബു ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി, നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും യൂസുഫിൻ്റെ സഹോദരനെയും അന്വേഷിക്കൂ. 40 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട യൂസുഫിനെയും ഇപ്പം നഷ്ടപ്പെട്ട അവൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മൾ മുഅ്മിനീങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണത്. നമ്മുടെ മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കേണ്ട വാക്കാണ്. വലാ തൈഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ റൗഹിൽ നിന്ന്, റൗഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആശ്വസിപ്പിക്കലിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. എത്ര വലിയ ദുഃഖമാണെങ്കിലും എത്ര വലിയ സങ്കടമാണെങ്കിലും അള്ളാഹു ആശ്വസിപ്പിക്കുന്നൊരു നിമിഷം വരാനുണ്ട്. 40 കൊല്ലം സ്വന്തം മകൻ്റെ നഷ്ടം അത് സഹിച്ചിരിക്കുന്ന ആൾ മക്കളോട് പറയാ, അള്ളാഹ് ആശ്വസിപ്പിക്കും. ഇത് 40 കൊല്ലം പോയിട്ടൊരു 40 ദിവസം ക്ഷമിക്കുക ആളുകൾ. അള്ളാഹിനെ കുറ്റം പറയില്ലേ ഉള്ളൂ. നമുക്ക് എപ്പോൾ അള്ളാഹ് എന്നെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ എപ്പോൾ തോന്നുന്നോ അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഈമാനാണ്. അവിടെയാണ് ഈമാൻ പരിശോധിക്കേണ്ടത്. കാരണം ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിൻ്റെ ആശ്വസിപ്പിക്കലിൽ നിന്ന് നിരാശ ബാധിച്ചത് കാഫിരീങ്ങൾക്കാണ്, അവിശ്വാസികൾക്കാണ്. അവരാണ് എന്ത് ചെയ്യണത്? ഈ മാറത്തടിച്ച് കരയണതും അട്ടഹസിക്കുന്നതും വിലപിക്കുന്നതും ഒക്കെ ആ തരത്തിലുള്ള ആളുകളാണ്. ദുഃഖം രേഖപ്പെടുത്തുന്നിടത്ത് ഇതൊന്നും പാടില്ല. മാറത്തടിക്കുക, അട്ടഹസിക്കുക, വിലപിക്കുക, അതൊന്നും പാടില്ല. സങ്കടം നമുക്ക് വന്നാൽ നമ്മൾ കരയും എന്നല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടായാലും എന്ത് സങ്കടങ്ങളുണ്ടായാലും ഈ സങ്കടങ്ങൾക്കൊടുവിൽ ഇതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ ഒരു ആശ്വസിപ്പിക്കൽ വരാനുണ്ട്. ആ ആശ്വസിപ്പിക്കലാണ് എല്ലാത്തിനേക്കാളും വലുത്. 50 വയസ്സാകുകയാണ്, 49 കഴിഞ്ഞു, എനിക്ക് 50 വയസ്സാകുകയാണ്. വല്ലാഹി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എനിക്കിപ്പോൾ ഞാൻ മുഅ്മിൻ, നിങ്ങളും മുഅ്മിനീങ്ങൾ, നിങ്ങളെൻ്റെ കൂടപ്പിറപ്പുകളെക്കാൾ ബന്ധമുള്ള ആളുകൾ. ആ നിലയിൽ ഞാൻ പറയാം, ഈ 50 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കഴിഞ്ഞ 1 മാസത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ആശ്വാസം ചെറുതൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ 48 വർഷം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലൂടെ ജീവിച്ചു. എല്ലാ പ്രശ്നവും ഒഴിവായി എന്നല്ല ഇതിനർത്ഥം. പക്ഷെ എനിക്കിപ്പോൾ ഒരു ആശ്വാസം കിട്ടി. അതെൻ്റെ റബ്ബ് എനിക്ക് തന്ന ആശ്വാസമാണ്. ഈ ആശ്വാസത്തിൽ എനിക്ക് കിട്ടിയ ഒരു മനസംതൃപ്തി ഉണ്ടല്ലോ, ഒരു സന്തോഷം, ആ സന്തോഷത്തിലേക്ക് എന്നെ എൻ്റെ റബ്ബ് എത്തിച്ചതാണ്. ഇതേപോലെ നിങ്ങൾക്കുണ്ടാവും ഓരോ വിഷയങ്ങൾ. ഇനി അതിലേക്ക് എത്തിയിട്ടില്ല, ഇപ്പോഴും അവസ്ഥകൾ ദുഃഖകരമായ അവസ്ഥയാണ് എങ്കിൽ അതിലേക്ക് അള്ളാഹു എത്തിക്കും. അവിടെ നിരാശ പാടില്ല. പടച്ചോൻ അവിടെ എത്തിക്കും. അത് എൻ്റെ മനസ്സിലുള്ള ഈമാനാണ്, ഉറപ്പാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു പ്രശ്നം നമ്മുടെ മനസ്സിനെ ദുഃഖം ബാധിച്ചു കൊണ്ടിരിക്കുന്നോ ആ ദുഃഖം പരിഹരിക്കുന്നത് വരെയും അല്ലാഹു തആല ഇതിനെ ഒരു അമലു സാലിഹത്തായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതില്ല എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടില്ല എങ്കിൽ അത് അമലു സാലിഹത്താണ് മുഅ്മിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഒരു വലിയൊരു ആശ്വാസമല്ലേ. അതിനോളം വലിയ ആശ്വാസം എന്താ? എനിക്കൊരു ദുഃഖം വന്നു, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ കരഞ്ഞു. അള്ളാഹു എനിക്ക് തന്ന ദുഃഖത്തെ അമലു സാലിഹത്തായി അള്ളാഹുവോട് രേഖപ്പെടുത്തുകയാണ്.
ഇനി എനിക്കെന്ത് ചെയ്യും അല്ലാഹു തആല? കുറച്ച് കഴിയുമ്പോൾ ഇതിനൊരു ആശ്വാസം തരികയും ചെയ്യും. പോരെ? അബൂ ഉമാമ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അബൂ ഉമാമ എന്ന സഹാബി മസ്ജിദിൽ വന്നിരിക്കുകയാണ്. സാധാരണ നിസ്കാര സമയത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്, നിസ്കാര സമയം അല്ലാത്ത ഒരു സമയത്തിരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക്ക ജാലിസം ഫിൽ മസ്ജിദി ഫി ഗൈരി വഖതി സ്വലാത്തി. നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത ഒരു സമയത്ത് ഈ മസ്ജിദിൽ വന്നിങ്ങനെ ഇരിക്കണം എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ ആണെങ്കിലും ഒരാളെ കണ്ടാൽ ചോദിക്കുമല്ലോ, പള്ളിയിൽ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ രാവിലെ ഒരാൾ വന്നിരിക്കുകയാണ്, നിസ്കാരത്തിൻ്റെ സമയമല്ല, ഇവിടെ എന്തിങ്ങനെ വന്നിരിക്കണതെന്ന് ചോദിച്ചു പോവും. അത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹുമൂമുൻ ലസംതനി, ദുഃഖം എന്നെ, ഹമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ, എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വദുയൂനുൻ ഗലബത്നി, കടം വല്ലാതെ വന്നിരിക്കും. കടം വന്നാൽ തന്നെ ഒരു വിഷയമാണ്, കടത്തെപ്പറ്റി പറയാൻ തന്നെയുണ്ട് ഒരു കുറേ കാര്യങ്ങൾ. കടം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു, ദുഃഖം വല്ലാതെ ബാധിച്ചിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടെന്നറിയാണ്ട് വിഷമിച്ചിരുന്നതാണെന്ന്. ഉടനെ പറഞ്ഞു, അഫല ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളാ അൻക ദൈനക. ഞാൻ ഒരു വാക്ക് നിനക്ക് പഠിപ്പിച്ചു തരാം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു തആല നിൻ്റെ ഹമ്മിനെ, മനസ്സിൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിത്തരികയും കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം. ആ പ്രാർത്ഥന ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം കാണാൻ കഴിയുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഈ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഇദാ അസ്ബഹത വ ഇദാ അംസൈത, നേരം വെളുക്കുമ്പോഴും സുബഹിയുടെ സമയത്തും അതേപോലെ മഗ്രിബിൻ്റെ സമയത്തും നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വ അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ കഹ്രി റിജാൽ. വലിയ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, ഹമ്മ് ഹുസ്ന്, ദുഃഖം, അതേപോലെ മനസംഘർഷം, ഇതിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു. അതുപോലെ മിനൽ അജ്സി വൽ കസ്ൽ, ഞാൻ അജ്സ് എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവനായി തീരുക, ഒരു വിഷയത്തിൽ അശക്തനായി തീരുക. അതേപോലെ ഈ കസ്ര്, മടി ബാധിക്കുക, അതിൽ നിന്നും, അതേപോലെ തന്നെ ലുബ്ധത ബാധിക്കുക, കൊടുക്കാൻ മനസ്സില്ലാണ്ട് തോന്നുന്ന ആ അവസ്ഥയിൽ നിന്നും, അതേപോലെ കടം അമിതമായി വരുന്നതിൽ നിന്നും, മറ്റുള്ള ആളുകൾ എൻ്റെ നേരെ മോശമായി അല്ലെങ്കിൽ കാർക്കശ്യമായി പെരുമാറുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. പഠിച്ചു വെക്കുന്ന ദുആണ്. രാവിലെയും വൈകുന്നേരവും അത് നിർവഹിച്ചാൽ മനസ്സിൻ്റെ വിഷമം മാറിക്കിട്ടും. അർത്ഥസഹിതം മനസ്സിലാക്കി വെക്കണം അത്. അപ്പോൾ നമുക്ക് നെറ്റിലടിച്ച് കഴിഞ്ഞാൽ കിട്ടും, അഥവാ നെറ്റിലടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വ അഊദു ബിക മിനൽ അജ്സി വൽ കസ്രി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ കഹ്രി റിജാൽ. ഇത് അഊദു ഇല്ല, അങ്ങനെ ഹദീസിൽ അതാ വന്നിരിക്കുന്നത്, അഊദു ബിക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പം ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു തത്വമുണ്ട്. ഇത് അബൂ ഉമാമ ദുഃഖിതനായിരുന്നപ്പോൾ, വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ഏതൊരു ദുഃഖമായാലും വിഷമമായാലും നമ്മൾ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. സങ്കടപ്പെട്ടോ, കരഞ്ഞോ, ദുഃഖം പ്രകടിപ്പിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു കൊണ്ടുവേണം ഇതെല്ലാം ചെയ്യാൻ. അതാണ് നമ്മൾ ഒന്നാമത് നമുക്ക് ദുഃഖം നമ്മെ ബാധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതൊരു കാര്യമുണ്ട്. നമുക്കൊരു ദുഃഖമുണ്ടായാൽ ആ ദുഃഖം നമ്മൾ മറ്റൊരാളുമായി പങ്കുവെക്കാൻ തയ്യാറാകണം. ദുഃഖം മനസ്സിലടക്കി പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. തൻ്റെ ദുഃഖം അത് മറ്റിപ്പോൾ അബൂമാമക്ക് ദുഃഖം ഉണ്ടായപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളെ തുറന്നു പറയാൻ സ്വഹാബികൾ തയ്യാറായി. സങ്കടമായാലും വിഷമായാലും അത് നമുക്ക് പറ്റുന്ന ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ ഒരു കുടുംബത്തിൽ മക്കൾക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ ഒരു സങ്കടം പറയുമ്പോൾ നീ ഒന്ന് പോടാ, അതൊന്നുമില്ല, അങ്ങനെയല്ല, ശരി കേൾക്കട്ടെ, അത് കേൾക്കാൻ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം അതാ, പറയാൻ തയ്യാറാകണം, കേൾക്കാൻ തയ്യാറാകണം. ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് കേട്ടിട്ടുണ്ടോ? ലണ്ടൻ ബ്രിഡ്ജ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്ത ഒരു പ്രദേശമാണ്. നല്ല മനോഹരമായ കാഴ്ചയുള്ള പ്രദേശമാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും. 200-ലധികം ആളുകൾ 1800-ന്റെ അവസാനത്തിലാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ്. ഇതുവരെയായിട്ട് 200-ലധികം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ലണ്ടൻ ബ്രിഡ്ജിൽ. ഈ ലണ്ടൻ ബ്രിഡ്ജിൽ ആത്മഹത്യ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയാമോ? അതിൽ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് ജീവൻ പോവും. 3 സെക്കൻഡ് മതി ജീവൻ പോകാൻ. അങ്ങനത്തെ ഒരു അപകടകരമായ ഒരു മേഖലയാണ് അത്. അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടത് ആകെ 3 പേരോ 4 പേരോ മറ്റോ ഉള്ളൂ ആകെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഈ വിഷയത്തെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നത്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സംഗതി. അതിൽ ഒരാൾ അയാളുടെ രക്ഷപ്പെട്ടതിന് ശേഷം ഉള്ള അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അയാൾ പറയാണ്, അമിതമായ ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു, എൻ്റെ പ്രയാസം, എൻ്റെ സങ്കടം ആരെങ്കിലും കേൾക്കാൻ തയ്യാറായാൽ ഞാൻ ആത്മഹത്യ ചെയ്യൂല. അതാണ് അയാളുടെ തീരുമാനം. അയാളങ്ങനെ പോയി. ആരും അയാളോടൊന്നും ചോദിച്ചില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ദമ്പതികളുണ്ട്, ഭാര്യയും ഭർത്താവും അവിടെ നിൽപ്പുണ്ട്. ഇത് കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ച് ക്യാമറ കൊടുത്തു. അയാൾ ഫോട്ടോ എടുത്തു കൊടുത്തു. അവർ പോവുകയും ചെയ്ത്. അയാൾ പറയണം, അവർക്കെങ്കിലും ചോദിക്കാം, ആത്മഹത്യ മുനമ്പാണത്, നിങ്ങളെന്തേ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നതെന്ന് അവർക്കെങ്കിലും ചോദിക്കാം. അവരും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഞാൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ അയാൾ രക്ഷപ്പെട്ടു, അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു കുട്ടി വന്ന കാര്യം. ആ കുട്ടി പറയാണ്, എൻ്റെ വിഷമം എന്താണെന്ന് കേൾക്കാൻ ആരും തയ്യാറല്ല. എനിക്കൊരു പ്രയാസമുണ്ടെന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനോട് അങ്ങനെയായിരുന്നു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കെട്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ നീ കല്യാണം കഴിയുമ്പോൾ തീരും, നിൻ്റെ കെട്ടിയവനോട് ഒക്കെ തുറന്ന് പറയാൻ പറ്റും, നിനക്ക് അങ്ങനത്തെ ഒരാളില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 18 വയസ്സ് വരെയും കൊണ്ടു നടന്നത്. 18 വയസ്സായപ്പോൾ കെട്ടിച്ചു. തൻ്റെ പ്രശ്നം കേൾക്കാൻ ഭർത്താവ് തയ്യാറാകണം. നമ്മൾ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആണ് അവർക്കെല്ലാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ അനുസരിക്കില്ല, നമ്മളെ ധിക്കരിക്കുമായിരിക്കും, നമ്മളോട് മോശമായി പെരുമാറുമായിരിക്കും, നമ്മളുടെ മുമ്പിൽ കയർത്ത് സംസാരിക്കുമായിരിക്കും.
ഒരു പെണ്ണ്, ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ കയർത്ത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ അവളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് സൗകര്യപൂർവ്വം കേൾക്കാൻ തയ്യാറാകണം, ഭാര്യയെ കേൾക്കാൻ തയ്യാറാകണം. അത് ദുഃഖവുമായി ബന്ധപ്പെട്ട് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന ആയത്തിനെ പറ്റിയുള്ള തഫ്സീറുകൾ, വിശദീകരണങ്ങളൊക്കെ പറയുന്നിടത്ത് ഏറ്റവും പ്രധാനമായൊരു പോയിൻ്റായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ തയ്യാറാകണം. അത് മക്കളുടെ പ്രശ്നങ്ങളാണെങ്കിലും അത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അത് ഒരാൾ, എൻ്റെ പ്രശ്നം കേൾക്കാൻ ഒരാളുണ്ട് എന്ന് വന്നാൽ തന്നെ ഇയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, സങ്കടക്കുറവ് കുറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ചൂഷണത്തിന് ആളുകൾ വിധേയമാകുന്നതും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒപ്പം ആളില്ല. അപ്പം അത് കേൾക്കാൻ ഒരാളുണ്ട് അവിടെ, അയാളോട് പോയി പറയാം. അങ്ങനെ പോയി പറയണതാണ്. ഞാനൊക്കെ മുമ്പ് ഈ നമ്മുടെ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഈ മഹല്ല് ഖത്തീബൊക്കെ ആയിരിക്കുമ്പോൾ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഒരു ടൈം ഞാൻ കൊടുക്കും. മഹല്ല് ഖത്തീബായിരിക്കുന്ന സമയത്ത് വേറെ എവിടെയും പോകാനില്ല, പള്ളിയിൽ തന്നെയാണ് ജീവിതം മുഴുവനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഫീസ് ഒരു ഇതൊക്കെ ഇട്ടിട്ട് 10 മണി മുതൽ 12 മണി വരെ മഹല്ലിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. അത് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമല്ല, അവരുടെ കുടുംബപരമായ വിഷയങ്ങൾ, അവരുടെ മാനസിക പ്രയാസങ്ങൾ കേൾക്കാൻ. അങ്ങനെ ഒരു പരിപാടി ഞാൻ ആവിഷ്കരിച്ചപ്പോൾ എനിക്ക് പിന്നെ നേരമില്ലാണ്ടായി. ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇത് പറയാൻ ഒരുപാട് പറയാനുണ്ട് ആളുകൾക്ക്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പറയാനുള്ളത്. ഇത് കേൾക്കാൻ ഒരാളുണ്ട് എങ്കിൽ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ പറയാനുണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ വിഷയം നമ്മളത് മൂന്നാമത്തെ വിഷയം നമ്മളത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. മസ്ജിദിൽ ഇഅ്തികാഫിരിക്കുന്ന സമയമാണ്. ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് ഒരാൾ വളരെ ദുഃഖിതനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഒരു വല്ലാത്തൊരു പ്രയാസമുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞോളൂ. പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നത് ഇന്ന് എനിക്ക് കൊടുത്തു വീടേണ്ടുന്ന ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നില്ല, ഇന്ന് കൊടുക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് അലഞ്ഞ് എവിടെ നിന്നൊരു പരിഹാരമില്ല. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആർക്കാണ് കൊടുക്കാനുള്ളത്? ഇന്ന വ്യക്തിക്കാണ്. ശരി, ഞാൻ അയാളോട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം, പരിഹാരം കുറച്ചു കാലം കൂടെ സമയം കൊടുക്കണം, അവധി കൊടുക്കണം എന്ന് പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ്, നിങ്ങളെ ഏത്തിക്കാഫിലാണ് മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഏത്തിക്കാഫിലാണ് മറക്കണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ മശാ ഫീ ഹാജത്തി അഖീഹി കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. തൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഒപ്പം ഇറങ്ങി നടന്നാൽ, അയാളുടെ ഒപ്പം ഇറങ്ങി നടന്നാൽ 10 കൊല്ലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഖൈർ അതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഇല്ലേ, വീട്ടിലാണെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മക്കൾ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇല്ല, അവിടേക്ക് വെച്ചിട്ട് കേൾക്കുക. കാരണം അവർക്ക് പറയാനുണ്ട്, അത് അവരുടെ സങ്കടമാണ്, അവരുടെ പരാതിയാണ്. അത് പറയാൻ നമ്മുടെ മുമ്പിലേക്ക് അവർ വന്നിരിക്കുക. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആത്മഹത്യകളിൽ 80% ആത്മഹത്യകൾ അത് അവരുടെ പ്രശ്നം കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. അവർ എഴുതി വച്ചിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ അവർ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. എന്ത്? ഇങ്ങനെ വിഷമമുണ്ടായിരുന്നത് കേൾക്കാൻ ആരുമില്ല, ഇത് പറയാൻ ആരുമില്ല, ആരും കേൾക്കാൻ തയ്യാറായില്ല, ആരും പരിഹരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ലാ ഖൗഫുൻ,
അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയവും ദുഃഖവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഭൂമിയിൽ ദുഃഖിക്കുകയില്ല എന്നല്ല അതിനർത്ഥം. ഭൂമിയിൽ ദുഃഖം ഉണ്ടാകും, മുഅ്മിനീങ്ങൾക്കുണ്ടാകും, അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് ഖുർആനിൽ പറഞ്ഞ ഭയമാണ്. നമ്മൾ പേടിക്കാൻ പാടില്ല എന്നുള്ളത്, ഭയപ്പെടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഭയപ്പെടണം. ഇപ്പം നമ്മൾ ഭയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും, അയ്യേ എന്ത് ഈമാനില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ പറ്റി പറയാറുണ്ട് അല്ലേ? അത് ഈമാൻ്റെ കുറവാണ്, പേടിച്ചിട്ടാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? വലനബ്ലുവന്നക്കും ബിശൈഇൻ, ഒന്നാമത്തെ എന്താ? മിനൽ ഖൗഫ്, ഭയം നിങ്ങൾക്ക് പരീക്ഷണമായി തരുന്ന അള്ളാഹു പറഞ്ഞത്. ഭയം കുറ്റാണോ? മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത് യാ മൂസ അഖബിൽ വലാ തഖഫ് എന്നല്ലേ? പേടിക്കണ്ട. മൂസ നബി പേടിച്ച്. മൂസ നബി ആരാ? അള്ളാഹിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂല് എന്നതിൻ്റെക്കാൾ ഒപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തിലൂടെ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുക. മുഅ്ജിസത്ത് നടക്കാൻ പോവാണ് അവിടെ. ആ മുഅ്ജിസത്തിൻ്റെ സമയത്ത് കയ്യിലുള്ള വടി താഴെയിട്ട് പാമ്പായപ്പോൾ പേടിച്ചുപോയി. അതാ പറഞ്ഞ ലാ തഖഫ്, പേടിക്കണ്ട, പിടിച്ചോ. അതുപോലെ തന്നെ ഇതിപ്പോ ആത്മീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നോക്കാം. ഭൗതികമായ വിഷയത്തിൽ ഭയപ്പെടുന്നത് കുറ്റകരമായ വിഷയമാണോ? നമ്മളൊരു വഴിക്ക് പോയി അവർ നമ്മളെ കൊല്ലും എന്നുള്ള പേടി നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള സംഘർഷാവസ്ഥകളും വർഗീയ കലാപങ്ങളൊക്കെ അവർ നമ്മളെ കൊല്ലും എന്നുള്ള പേടിയുണ്ട്. ആ കൊല്ലുമെന്നുള്ള ഭയം കൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ നമ്മൾ യുക്തിപരമായ ചില നിലപാടുകൾ, ഈമാൻ നിലനിർത്തിക്കൊണ്ട് യുക്തിപരമായ ചില നിലപാടുകൾ സ്വീകരിച്ചാൽ അത് പരിഹസിക്കപ്പെടേണ്ട വിഷയമല്ല. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ, ഞാൻ അവരുടെ ഒരാളെ കൊന്നതാണ്. ഫഅഖാഫു അൻ യഖ്തുലൂനി, അവരെന്നെ കൊല്ലുമെന്നെനിക്ക് ഭയമുണ്ട്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, മൂസ നീ അള്ളാഹിൻ്റെ റസൂലല്ലേ, പേടിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞു. അല്ല, ഭയം, ഹുസ്ന്, ദുഃഖം പോലെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഭയം. ഇത് ബാധിച്ചാൽ, ദുഃഖമാകട്ടെ ഭയമാകട്ടെ, ഇത് ബാധിച്ചാൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അതിന് ഒറ്റ പേരാ കൊടുത്തത്, മുസീബത്ത്. മുസീബത്ത്, ഇത്തരത്തിലുള്ള ഒരു മുസീബത്ത് മുഅ്മിനിനെ ബാധിച്ചാൽ അവൻ പറയണ വർത്താനം എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്സാര വാക്കല്ല, അത് ചെറിയ വാക്കല്ല. ഇതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട? ഇതെപ്പോഴാണ് പറയേണ്ടത്? മരിച്ചാൽ മാത്രമേ പറയാൻ പാടുള്ളൂ? അല്ല, എല്ലാ മുസീബത്തിനും പറയണം. ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് മുസീബത്ത് എന്ന ലെവലിൽ വരുന്ന ഏത് കാര്യമുണ്ടോ അതുണ്ടായാൽ അപ്പം പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ അർത്ഥം ചിന്തിച്ച് നോക്ക്, അപ്പം നമുക്ക് കാര്യം മനസ്സിലാവും. ഇന്ന, ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ, ലില്ലാഹി, അള്ളാൻ്റെയാണ്. ഞാൻ അള്ളാൻ്റെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നമോ? അള്ളാഹുവിൻ്റെ. ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിയെത്തേണ്ട ആളാണ്. എൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെതല്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഒരു സ്ഥലത്ത് നമ്മൾ റൂമെടുത്ത് താമസിക്കുക. ആ റൂമെടുത്ത് താമസിച്ചപ്പോൾ അവിടുത്തെ ഒരു ഫാന് കേടുവന്നു. നമ്മളെന്താ ചിന്തിക്കുക? ഞാൻ വിഷമിച്ചിരിക്കുമോ? ഫാൻ കേടുവന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ പ്രശ്നമാണല്ലോ, ഇനിയിപ്പോൾ അത് അഴിച്ചുകൊണ്ട് വേണം, നന്നാക്കണം. നമ്മൾ ചിന്തിക്കില്ലല്ലോ, എൻ്റെ ആൾ നന്നായിക്കോളും, അത്രേ ഉള്ളൂ. നമ്മുടെ മേൽ അല്ലാഹു തആല ഏതൊരു നടപടി എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഇത് അള്ളാൻ്റെയാണ്. എൻ്റെ എല്ലാം അള്ളാഹുവിനുള്ളതാണ്.
അവനിലേക്ക് കഴിഞ്ഞാൽ മടങ്ങിച്ചെല്ലാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. വളരെ രസകരം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ടുന്ന ഒരു വിഷയം, ഒരു വലിയൊരു വിഷയമാണ് പഠിപ്പിക്കുന്നത്. അതായത് ഉമ്മു സുലൈം എന്ന പേരിൽ ഒരു സ്വഹാബി വനിത ഉണ്ടായിരുന്നു. ഉമ്മു സുലൈം എന്നുള്ളത് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഉമ്മു സുലൈം അബൂ തൽഹ കച്ചവടാവശ്യത്തിന് വേണ്ടിയോ യുദ്ധാവശ്യത്തിന് വേണ്ടിയോ ഉള്ള ഒരു യാത്രയിൽ ആയിരിക്കവേ ഈ കുട്ടിക്ക് സുഖലുണ്ടായി. ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു, സുഖലുണ്ടായി. അങ്ങനെ രോഗിയായി ഇരിക്കവെയാണ് അദ്ദേഹം യാത്ര പോകുന്നത്. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് യാത്ര പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, മോൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം യാത്ര പോയി. യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിലായി ഈ കുട്ടി മരണപ്പെട്ടു. ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മയ്യിത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത മുറിയിലേക്ക് മാറ്റിവെച്ചു. അബൂ തൽഹ തിരിച്ചെത്തി. അബൂ തൽഹ തിരിച്ചെത്തിയപ്പോൾ അബൂ തൽഹ ആദ്യം ചോദിച്ചു, കുട്ടിയുടെ അവസ്ഥ എന്താ? ഉമ്മു സുലൈം പറഞ്ഞു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് കുളിച്ച് നന്നായി വൃത്തിയായി വരിക. കുളിച്ച് നന്നായിട്ട് വന്നു. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങുന്ന പോലെ കിടന്നുറങ്ങി. അന്ന് അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ ആരുടെ ഈമാനെ മനസ്സിലാക്കേണ്ടത്? ഉമ്മു സുലൈമിൻ്റെ ഈമാനെ മനസ്സിലാക്കേണ്ടത്. സ്വന്തം മകൻ മരണപ്പെട്ട് അപ്പുറം കിടക്കുന്നു. കുട്ടി മകനാണോ മകളാണോ എനിക്ക് ആ ഹദീസിൽ അങ്ങനെ കാണുന്നില്ല. എന്തായാലും കുട്ടി മരണപ്പെട്ടിരിക്കുന്നു, അപ്പുറം കിടക്കുന്നു. ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും സൽക്കരിക്കുകയാണ് ഭാര്യ. അതിനുശേഷം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അബാ തൽഹ അറഅയ്ത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അൻ യംനഊന. വല്ലാത്തൊരു ചോദ്യമാണത്. നമ്മുടെ അയൽവാസി നമുക്കൊരു സാധനം സൂക്ഷിക്കാൻ തന്നാൽ അത് പിന്നീട് അവർ തിരിച്ചു ചോദിച്ചാൽ നമ്മളത് തടഞ്ഞു വെക്കുമോ? അബൂ തൽഹ പറഞ്ഞു, നമ്മളത് കൊടുക്കും. നമ്മൾ തടഞ്ഞു വെക്കൂല. അപ്പൊ പറഞ്ഞു, ഫഹ്തസിബ് യാ അബാ തൽഹ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചു കൊള്ളുക ഫി ഇബ്നിക, നിന്റെ മകന്റെ കാര്യത്തിൽ. മകൻ മരിച്ചു എന്നല്ല പറഞ്ഞത്, മോന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊള്ളുക. അബൂ തൽഹയ്ക്ക് മനസ്സിലായി സംഗതി കുട്ടി മരണപ്പെട്ടിരിക്കും എന്നുള്ളത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഫഗളിബ, ദേഷ്യം വന്നു അദ്ദേഹത്തിന്. ദേഷ്യം വന്നത് ഏത് കാര്യത്തിലാ? കുട്ടി മരണപ്പെട്ട് കിടക്കുന്നു അപ്പുറത്ത്, എന്നിട്ട് ഭാര്യ തന്നെ രാത്രി വിരിപ്പിലേക്ക് ക്ഷണിച്ചു, ഇതൊന്നും അറിയാതെ കണ്ട്. വിഷമവും സങ്കടവും സഹിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് ഈ വിഷയം മുഴുവൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ഗാബിരി ലൈലത്തിക്കുമാ, കഴിഞ്ഞ രാത്രിയിലുള്ള നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നീട് ഉണ്ടായ മക്കള്, ആ മക്കളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീടുണ്ടായ മക്കൾ 3-4 കുട്ടികൾ പിന്നീടുണ്ടായി. അവരൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട സന്താനങ്ങളായി മാറി. അപ്പം നമ്മൾ ഈ 2 പോയിന്റുകൾ വളരെ ഗൗരവത്തിലാണ് എടുക്കേണ്ടത്. നമ്മൾ ദുഃഖം, നമ്മളെ ബാധിക്കുന്ന ഭയം,
അള്ളാഹു ഖുർആനിൽ ഈ 14 ഇടങ്ങളിലായി പറഞ്ഞ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത് സ്വർഗത്തിലെ അവസ്ഥയാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്ന ഏറ്റവും വിശിഷ്ടമായ വിഭവം ഏതാണ്? തിന്നാനും കുടിക്കാനും കൊടുക്കുക എന്നുള്ളതല്ല, ദുഃഖവും ഭയവും ഇല്ലാത്ത ഒരു അവസ്ഥ കൊടുക്കും എന്നുള്ളതാണ്. അല്ലാണ്ട് ദുനിയാവിൽ ദുഃഖിക്കാണ്ട് ജീവിക്കാൻ പറ്റുക, ദുനിയാവിൽ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അമ്ന് കൊടുക്കും അള്ളാഹു, ഭയം ഉണ്ടാകും. ആ ഭയത്തിന് അള്ളാഹു നിർഭയത്വം കൊടുക്കും. ഭയപ്പാടിൻ്റെ അവസ്ഥയിൽ നിന്നും അള്ളാഹു മാറ്റി നിർത്തും. പക്ഷേ ഭയം ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ഇദാ അസാബത്തുഹും മുസീബത്തുൻ, ഒരു മുസീബത്ത് ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞത് ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള രക്ഷയും കാരുണ്യവും അല്ലാഹു തആല കൊടുക്കും. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥ ഹിദായത്ത് ലഭിച്ച ആളുകൾ. അപ്പം നമ്മൾ ഈ ഒരു വിഷയത്തെ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണത്. ഈമാനിനെ ബാധിക്കുന്ന തരത്തിലുള്ള ദുഃഖം, ഭയം അത് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ഇവിടെ വേറൊരു വിഷയം കൂടെ വരാനുണ്ട്. അതായത് ശൈത്താനെ സംബന്ധിച്ച് ശൈത്താൻ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് മനുഷ്യനെ ബാധിക്കുന്ന ദുഃഖവും ഭയവും. അശ്ശൈത്താനു യഇദുക്കുമുൽ ഫഖറ വയഅമുറുക്കും ബിൽ ഫഹ്ശാ, ശൈത്താൻ ഫഖർ മുതലെടുക്കും. യഇദുക്കും എന്ന് പറഞ്ഞാൽ മുതലെടുക്കും എന്നർത്ഥം. ഫഖർ എന്ന് പറഞ്ഞാൽ ആവശ്യം, ദാരിദ്ര്യം എന്നല്ല. ദാരിദ്ര്യം എന്നുള്ളത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ എന്നർത്ഥം, ആവശ്യമുള്ളവൻ. അതിന് ആവശ്യമുള്ളവന് കൊടുക്കുന്ന പേരാണ് ദാരിദ്ര്യം, ദാരിദ്ര്യമുള്ളവൻ എന്നുള്ളത്. അപ്പോൾ ദാരിദ്ര്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ടാകുമ്പോഴാണല്ലോ ദാരിദ്ര്യം. എനിക്കതിന് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കതിന് ആവശ്യമുണ്ടെന്നർത്ഥം. അപ്പോൾ അശ്ശൈത്താനു യഇദുക്കുമുൽ ഫഖറ, ശൈത്താൻ ആവശ്യത്തെ മുതലെടുക്കും. നമ്മുടെ ആവശ്യം എന്താണ് എന്ന് ശൈത്താന് കറക്റ്റ് അറിയാം. ആ ആവശ്യത്തിൻ്റെ മുകളിലായിരിക്കും ശൈത്താൻ ഉണ്ടാകുക. അതിലേക്ക് നമ്മളെ എത്തിക്കാൻ ശൈത്താൻ വയഅമുറുക്കും ബിൽ ഫഹ്ശാ, മ്ലേച്ഛമായ വഴികളെല്ലാം ശൈത്താൻ സ്വീകരിക്കുകയും ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ടാവും. ശൈത്താൻ്റെ ഈ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മെ ബാധിക്കുന്ന ദുഃഖവും ഭയവും അവൻ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഇപ്പോൾ ബനു ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, താരിഖിൽ കാണാം. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ബിദായ നിഹായയിലും അതേപോലെ തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സംഭവമാണത്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ശൈത്താൻ വരുന്നൊരു രംഗമുണ്ട്. അദ്ദേഹത്തെ ബാധിച്ച ഒരു ഭയം നിമിത്തം ആ ഭയത്തിലേക്ക് എത്തിക്കുക ചെയ്തത്. എന്തായിരുന്നു വിഷയങ്ങൾ? ആ നാട്ടിൽ ഒരു 3 മക്കളുണ്ടായിരുന്നു. ഒരു പിതാവിൻ്റെ 3 മക്കൾ, മാതാവും ഇല്ല പിതാവും ഇല്ല, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ഈ 2 ആമക്കൾ അള്ളാഹുവിൻ്റെ ദീൻ ദഅവത്ത് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി ഒരു യാത്ര പോകവേ അവർ ഈ ആളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, സാലിഹായ ആളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവുകയാണ്, ഒരു സഹോദരിയുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ പോകുന്നത് ദഅവത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകാൻ ഒരാളുമില്ല, അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സംരക്ഷിച്ചോളണം. അത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്? ദേഷ്യം ഉണ്ടായത്. കാരണം പ്രായപൂർത്തിയായൊരു പെൺകുട്ടി, ഞാൻ എത്ര വലിയ സ്വാത്വികനാണെങ്കിലും എന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല, ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. അവർ മടങ്ങിപ്പോകുമ്പോൾ ശൈത്താൻ ഇവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു, ഇയാളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ടുകൊടുത്തു. അല്ല, അവർ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്, എൻ്റെ അടുത്ത് കൊണ്ടൊന്ന് ഏൽപ്പിച്ചത് എന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ,
ഞാൻ അവരെ മടക്കി അയച്ചത് തെറ്റായിപ്പോയില്ലേ? അള്ളാന്റെ ദീൻ ദഅവത്ത് ചെയ്യുന്നത് ഇതുമൂലം ഇല്ലാണ്ടായി തീരൂലേ? ശൈത്താൻ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണ ചിന്ത, നല്ല ചിന്തയിലെ ഇട്ട് കൊടുത്തത്, നല്ല ചിന്തയല്ലേ? അതെ, നല്ല ചിന്തയാണ് ഇട്ട് കൊടുത്തത്. തിരിച്ചു വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ പെൺകുട്ടിയോട് പറഞ്ഞ്, എൻ്റെ പഴയ ഒരു വീടുണ്ട്, അവിടെ താമസിച്ചോളണം. സൂക്ഷ്മതയാണ് അവിടെ. ഇതൊക്കെ ശൈത്താൻ്റെ ഒരു നിർദ്ദേശമുണ്ട് ഇതിൽ. പഴയ വീട്ടിൽ താമസിച്ചു. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കും, വീടിൻ്റെ മുമ്പിൽ വെക്കും, ഇവിടെ വിളിക്കും, അവൾ വരും, എടുത്തുകൊണ്ട് പോകും, കഴിക്കും. ശൈത്താൻ അവൻ്റെ മുമ്പിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കി കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? അല്ല, ആരും ഇല്ലാത്തൊരു പെൺകുട്ടി ആങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാ, അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടം വരെ ആ കുട്ടി വന്നിട്ട് ഭക്ഷണം എടുത്തിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ പോരെ. ഏതായാലും പുറത്തെടുത്ത് വെക്കുകയാണ്, അത് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തൂടെ? അത് അതിലേക്ക് വീണു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏറ്റവും വലിയ ക്ഷമ ഉള്ളത് ശൈത്താനാണ്, നമ്മളെ വഴി പിഴപ്പിക്കാൻ, കുഫ്രിയത്തിലേക്ക് എത്തിക്കാൻ. ശൈത്താൻ ക്ഷമിക്കുന്ന ക്ഷമ വേറെ ആരും ക്ഷമിക്കൂല. അത്ര ക്ഷമയാ, കാത്തിരിക്കും. ഒറ്റയടിക്ക് പറഞ്ഞത് സ്വീകരിക്കില്ലല്ലോ. അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി, കുറച്ച് ദിവസം അങ്ങനെ പോയി. അപ്പം ശൈത്താൻ പിന്നെയും മനസ്സിൽ തോന്നലുകൾ ഇട്ട് കൊടുക്കാനല്ല, എന്തിനാണ് ഇപ്പോൾ ആ പെൺകുട്ടി നിങ്ങളെ ബഹുമാനിക്കുന്നതാണ്, നിങ്ങൾക്ക് അള്ളാഹിനെ പേടിയുള്ള ഒരു തഖ്വയുള്ള ആളാണ്, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ നല്ല ധാരണയുണ്ട്, നിങ്ങൾ എന്തിനാ ബേജാറാകണത്? ആ പെൺകുട്ടി വീടിനകത്ത് ഇരിക്കുകയാണ്, ആ കുട്ടിക്ക് വീടിനകത്ത് കയറ്റി വെച്ച് കൊടുത്തൂടെ? വീടിനകത്ത് കയറ്റി വെക്കാൻ തുടങ്ങി. പിന്നെ ശൈത്താൻ തോന്നിച്ചു കൊടുത്തു, മിണ്ടാനും പറയാനും ആരുമില്ല, ഒരു പാവം പെൺകുട്ടി, എന്തെങ്കിലും വിവരം ചോദിച്ചൂടെ? ഒന്നും മിണ്ടാണ്ട് പോരണ മോശമല്ലേ? മിണ്ടാനും പറയാനും തുടങ്ങി. മിണ്ടാനും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വർത്താനങ്ങളായി. പിന്നെ ഇദ്ദേഹത്തിന് ഇവളെ കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഒടുവിൽ ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഈ വിവരം പുറത്തറിഞ്ഞാൽ തൻ്റെ ഇമേജിനെ ബാധിക്കും. അവനിലേക്കിപ്പോൾ കൊന്നു കളഞ്ഞു, മറവ് ചെയ്തു. സഹോദരങ്ങൾ മടങ്ങി വന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ പെങ്ങൾക്ക് രോഗം വന്നു, അവൾ മരിച്ചു. ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചോ ശൈത്താൻ? ശൈത്താൻ അവസാനിപ്പിച്ചില്ല. ശൈത്താൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണി ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി ശൈത്താൻ നേരെ ആങ്ങളാരുടെ അടുത്തേക്കാണ് പോയത്. അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച, അല്ല നമ്മുടെ പെങ്ങൾക്ക് അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ അങ്ങനെ അപകടത്തിൽപ്പെടാൻ പാകത്തിനുള്ള വിഷയങ്ങളൊന്നുമില്ലല്ലോ, എന്നാലും എന്തോ ഉണ്ട് അതിൽ. പെങ്ങളെവിടെ മറവ് ചെയ്തേക്കണമെന്ന് പോയി ചോദിച്ചു. അവർ സ്ഥലം കാണിച്ചു കൊടുത്തു. ഖബർ കുഴിച്ചു നോക്കി, അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ സംശയമായി. കേസ് കൊടുത്തു, വിചാരണ ചെയ്തു, ചോദ്യം ചെയ്തു. ഇയാളെന്ത് ചെയ്തു? സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു. അവിടെ കറക്റ്റായിട്ട് ശൈത്താൻ്റെ വർക്കുകൾ നടന്നു. ഒടുവിൽ ഇയാൾക്ക് വധശിക്ഷയാണ്. കൊലപാതകമല്ലേ, വധശിക്ഷയാണ്. വധശിക്ഷ നടത്തുമ്പോൾ ഇത്രയും പ്രസിദ്ധനായ വ്യക്തി വധശിക്ഷയ്ക്ക് വിധേയമാകുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതിനെ പറ്റിയാ ചിന്തിക്കുക. അവിടെ ശൈത്താൻ വന്നു. ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് രൂക്ഷമായി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രക്ഷയുടെ കുപ്പായിട്ടിട്ട് ചില ആൾക്കാർ വരും. ഇപ്പം നിങ്ങൾ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഹറാമല്ലേ ഉള്ളൂ, ചെറിയൊരു ഹറാം. ലോൺ എടുത്താൽ മതി, ലോൺ എടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ, ബാങ്ക് ലോൺ. അല്ലെങ്കിൽ ഇന്ന ഒരു തിന്മ ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ. നിസ്സാരമായ തിന്മകളെ മുമ്പിൽ കാണിച്ചു തരും. ശൈത്താൻ ഇയാളോട് പറഞ്ഞു, എനിക്കൊരു സുജൂദ് ചെയ്യുക, ഒറ്റ സുജൂദ്, നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുപോകും. സുജൂദ് ചെയ്തു. ശൈത്താൻ്റെ വഴിക്ക് പോയി, ഇയാളെ കൊന്നു, കുഫ്രിയത്തിലാക്കി. ഏത് റേഞ്ചിലുണ്ടായ ആളാ? ഏറ്റവും
ഏറ്റവും വലിയ നിലവാരത്തിലുണ്ടായ ഒരാളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കാൻ ശൈത്താൻ എടുത്ത പണി ചെറുതൊന്നുമല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ ഖുതുവാത്തുകൾ പിൻപറ്റരുത്. ഖുതുവാത്ത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? എന്താ അതിൻ്റെ അർത്ഥം? കാലടികൾ എന്നാണ് അതിനർത്ഥം. പക്ഷേ ഖുതുവാത്തിൻ്റെ ശരിക്കും അർത്ഥം സ്റ്റെപ്പുകൾ എന്നർത്ഥം. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളില്ലേ, അതാണ് ഖുതുവാത്തുകൾ. മുകളിലേക്ക് ആദ്യം ചെറുത്, പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ കയറി പോകും. ശൈത്താൻ ഖുതുവാത്തുകളാണ്. ഓരോ സ്റ്റെപ്പായിട്ടാണ് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരിക. നമ്മൾ അതിനിസ്സാരമാണെന്ന് തോന്നുന്ന വിഷയമായിരിക്കും നമ്മുടെ മുമ്പിൽ തരിക. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ശൈത്താൻ എന്ത് ചെയ്യുക, നമ്മളെ ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വേറൊരു വിഷയം കൂടെ കൂട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ലോകത്ത് ആർക്ക് ആരോട് ശത്രുത ഉണ്ടെങ്കിലും, എത്ര വലിയ ശത്രുതയാണെങ്കിലും, ആ ശത്രുവിൻ്റെ മുമ്പിൽ നമ്മൾ പോയി സ്നേഹത്തോടെ പെരുമാറി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹകരിച്ചൊക്കെ നിന്ന കാലക്രമേണ അയാളുടെ ശത്രുത പോവും. എത്ര വലിയ ശത്രുവാണെങ്കിലും. നിങ്ങളോട് കഠിനമായ വെറുപ്പുള്ള ഒരാളോട് പോയിട്ട് അസ്സലാമു അലൈക്കൊക്കെ പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു നോക്ക്. അല്ലെങ്കിൽ അയാൾക്ക് പൈസയുടെ സാമ്പത്തിക ആവശ്യമുള്ളതാണെങ്കിൽ ഒരു സാമ്പത്തികം കൊടുത്തു നോക്ക്. അയാളുടെ വെറുപ്പ് പോയി, നമ്മളോട് ഇഷ്ടമായി. ഷൈത്താൻ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മനുഷ്യനോടുള്ള ശത്രുത അവന് പോകില്ല. മനുഷ്യനോടുള്ള ശത്രുത പോകണമെങ്കിൽ നമ്മൾ കുഫ്രിയത്ത് ചെയ്യണം, നമ്മളെ ശിർക്ക് ചെയ്യിപ്പിക്കണം. അത് ഷൈത്താൻ നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് ഷൈത്താൻ്റെ ഖുതുവാത്തുകളായിക്കൊണ്ട് തന്നെ വേണം നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയങ്ങളെയൊക്കെ കാണാൻ. ഇവിടെ ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഈ വിഷയം പോയിന്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഷൈത്താൻ ആരാണ്, ഇബ്ലീസ് ആരാണ് എന്നുള്ളതും കൂടെ തിരിച്ചറിയണം. ഇബ്ലീസ് ആകാനുള്ളൂ ആരുള്ളൂ? ഒരാളേ ഉള്ളൂ. ഇബ്ലീസിൻ്റെ അർത്ഥം എന്താ? ഇബ്ലീസിൻ്റെ അർത്ഥം എന്താ? നിരാശ ബാധിച്ചവൻ. അവന് നിരാശ ബാധിച്ചു. എന്തിനാ നിരാശ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ഒരു പദവിയിലിരുത്തി അവനേക്കാൾ വലിയ പദവിയിലേക്ക് ആദം എത്തും എന്നുള്ള ഭയം വന്നപ്പോൾ അതിൽ അവന് എന്ത് ചെയ്തു? കിബർ കാണിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അവൻ നിരാശനായി മാറി. ഇനി ഒരിക്കലും ഇബ്ലീസിന് പ്രവേശനമില്ല, സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നിരാശ ബാധിച്ചവനാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. എന്നാൽ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ കയ്യിലുള്ള ഒരു സ്വഭാവമാണ് ശൈത്താൻ. ഇബ്ലീസിൻ്റെ സന്താനങ്ങൾ അതൊക്കെ ഈ സ്വഭാവമുള്ള ആളുകളൊക്കെ ശൈത്താൻ്റെ ഗണത്തിൽപ്പെടും. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകന്നവർ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നവർ, അള്ളാഹുവിൻ്റെ ഖൈറിൽ നിന്ന് അകന്നവർ, ബറക്കത്തിൽ നിന്ന് അകന്നവർ. ഇതാണ് ശൈത്താൻ എന്നതിൻ്റെ അർത്ഥം. ശൈത്താൻ ബഹുവചനത്തിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഷയാത്തീൻ എന്നുപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശൈത്താൻ എന്നുള്ളത് സത്യത്തിൽ ഇബ്ലീസിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു സംസ്കാരം. ഇബ്ലീസിൻ്റെ സന്താനങ്ങൾ ഒക്കെ ശൈത്താൻ്റെ ഗണത്തിൽ, ഇബ്ലീസിൻ്റെ മക്കളൊക്കെ ശൈത്താൻ എന്നുള്ള പരിഗണനയിലാണ് വരുന്നത്. എന്നാൽ ഈ സ്വഭാവമുള്ള മനുഷ്യർക്കും ശൈത്താൻ എന്ന് തന്നെ പറയും. ശൈത്താൻ്റെ പണിയെടുക്കണ മനുഷ്യന്മാർക്ക്, ഇബ്ലീസിൻ്റെ പണിയെടുക്കണ മനുഷ്യന്മാർക്ക് ശൈത്താൻ എന്ന് തന്നെ പറയാം. ഖുർആനിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മിനൽ ജിന്നത്തി വന്നാസ് എന്നല്ലേ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്നവൻ. അത് മിനൽ ജിന്നത്തി, ജിന്നിലുമുണ്ട്, വന്നാസി മനുഷ്യരിലുമുണ്ട് ശൈത്താൻ. അതേപോലെ വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം, ഖുർആനിൽ പറയുന്നുണ്ട്. അവർ അവരുടെ ശൈത്താന്മാരുടെ അടുത്തേക്ക് പോയാൽ, മുനാഫിക്കുകളെ പറ്റി പറയുന്നിടത്താണ് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാക്കന്മാർക്ക് ഖുർആൻ ഇട്ട പേര് ശൈത്താൻ എന്നാണ്. അപ്പോൾ ശൈത്താൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് സ്വഭാവവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ ബാധിക്കും. മനുഷ്യരുണ്ടാവും, ജിന്നുണ്ടാവും. എന്നാൽ ഇബ്ലീസ് എന്ന് പറഞ്ഞത് ഒന്നാണ്. അവൻ്റെ തന്ത്രം വളരെ വലുതാണ്.
അത് നമ്മൾ ഗൗരവത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കുടുംബങ്ങളെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തആല ഖൈറായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.